പഴമെടുത്തോ ഫ്രീ. ഞാനങ്ങനെ സ്റ്റേജിൽ വെച്ച് പബ്ലിക്കായിട്ട് അല്ലെങ്കിലും ഇവന് പലപ്പോഴായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇനി ഞാൻ ഗിഫ്റ്റ് വരുമ്പോ ഒക്കെ നിങ്ങളെ വിളിച്ച് പറയുന്നതായിരിക്കും. ഇവന്റെ അടുത്ത് വന്നത് എന്റെ പെർഫ്യൂം ഒന്ന് മണത്ത് നോക്കൂ. അതാരെ ഗിഫ്റ്റ് എന്നാടാ? അതായത് ഞാൻ ഇവന്റെ അടുത്ത് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു, അതായത് ഈ ഗൾഫിലൊക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ വരുമ്പോൾ ഞാൻ ചോദിക്കും നമ്മുടെ പെർഫ്യൂമിനൊക്കെ എന്താ വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്കൊരു പെർഫ്യൂമൊക്കെ മേടിച്ചോണ്ട് വരും എന്ന് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു. പിന്നത്തെ ആഴ്ച ഞാൻ ദുബായിക്ക് ഏതോ പടത്തിന്റെ ARMന്റെ പ്രൊമോഷന് പോകാൻ സമയത്ത് ഇവൻ അവിടെ പെർഫ്യൂമിനൊക്കെ എന്തായിരിക്കും വില, അങ്ങനെ ഞാൻ മേടിച്ചു കൊടുക്കുന്നത്. ഞാനാണ് ഇതിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ്. അത് എനിക്ക് തന്നെ പിന്നീട് പലപ്പോഴും പണിയായിട്ട് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ പടത്തിൽ ഉൾപ്പെടെ എനിക്ക് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട്. ടോവിനോ, ഇപ്പൊ സിനിമകളെല്ലാം സോറി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ UAE-ലും സൗദിയിലും ഇത് പ്രദർശിപ്പിക്കുന്നില്ല. അതിന്റെ UAE-ലും കുവൈറ്റിൽ ഇത് വാർത്ത വന്നാൽ കുവൈറ്റില് കുറച്ച് ഷോട്ടുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സൗദിയിലും ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അത് ഓരോ രാജ്യങ്ങളുടെ, നമുക്ക് നമ്മുടെ രാജ്യത്തിലേക്കാണെങ്കിൽ നമുക്കതിന് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം, നമുക്ക് അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. മറ്റു രാജ്യങ്ങളിൽ അവരുടെ നിയമം അങ്ങനെയാണ്. നമുക്ക് തൽക്കാലം അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പരമാവധി പറ്റുന്ന, ഇത് പ്രശ്നമല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നത് അവിടെയൊക്കെ നന്നായിട്ട് ആൾക്കാർ സിനിമനെ ആക്സെപ്റ്റും ചെയ്ത് കഴിയും. അവർക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല. അത് ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങളാണ്. അതല്ലാതെ ഇനിയും അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഈ റിലീസ് ചെയ്തപ്പോൾ സൈമൾട്ടേനിയസ്ലി ഔട്ട്സൈഡ് ഇന്ത്യ പല സ്ഥലങ്ങളിലും റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു, പല കാരണങ്ങളും. അത് ഇനിയിപ്പോ നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് അതുകൊണ്ടാവും. ഇപ്പോഴും ഈ ഭേദഗതികൾ എല്ലാത്തിനെയും കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും പല കാര്യങ്ങളും. നിങ്ങൾ സൗദിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ 2019 പോയപ്പോൾ കണ്ടിട്ടുള്ള സൗദിയല്ല ഞാൻ പിന്നീട് 2023 പോയപ്പോൾ കണ്ടത്. അപ്പോൾ അതിനതിന്റെ സമയം കൊടുക്കും. അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട്. ഇപ്പോൾ 2019 ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവായിട്ടാണോ റിഗ്രസീവായിട്ടാണോ നമ്മൾ മാറിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് പുരോഗതിയാണോ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അധോഗതിയാണോ ഉണ്ടായിട്ടുള്ളത് എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. താങ്കൾക്ക് എന്താ തോന്നുന്നു, പുരോഗതിയാണോ? എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ആരോട് എന്ത് പറഞ്ഞു? ആരൊക്കെയായിരുന്നു അഭിപ്രായ വ്യത്യാസമുള്ളത്? അധോഗതിയാണെന്ന് പറഞ്ഞ ആരുണ്ടല്ലോ ഇവിടെ? ഞാൻ കേട്ടു. ആക്ഷൻ പറഞ്ഞ് ഇവിടെ അഭിനയിക്കും, പ്രധാന ഇടപെടൽ. അല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു ഹ്യൂമറിന്റെ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഫൺ പരിപാടിയാണ്. അപ്പോൾ ഇതേ കോമഡി തന്നെ വേറെ ആളുടെ അടുത്ത് പറഞ്ഞാൽ ചിരിക്കണമെന്നില്ല. അപ്പൊ ഇത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടേഴ്സിനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ കുറച്ച് ടാസ്ക് ആയിരുന്നു. അപ്പൊ ഒരു സിനിമയുടെ ഒരു കറക്റ്റ് ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു 60% പണി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ ആദ്യം കാസ്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ മെയിൻ ടാസ്ക്. അപ്പൊ ആ കാസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും അവരുടെ പണി നന്നായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എന്റെ പണി കുറച്ച് കുറവായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അല്ല, അതിന് തൊട്ട് ടോവിച്ചേട്ടനെ കാർഡ് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓൾ വേൾഡ് സിജുസണി ഫാൻസ് അസോസിയേഷൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് അതിന്റെ താഴെ സെക്രട്ടറിയുടെ പേരുണ്ട്, പ്രസിഡന്റിന്റെ പേരുണ്ട്, ട്രഷറിയുടെ പേരുണ്ട്. ഇനി ആരെങ്കിലും കാണുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റാതെ ആരൊക്കെയാണ്. അപ്പൊ കറക്റ്റായിട്ട് കിട്ടിക്കോളും. സൗദി ആ രാജ്യങ്ങളിൽ അഭിനയിച്ച സീൻ കട്ടായി പോയെന്ന് പറയുമ്പോൾ എന്താണ് തോന്നിയത്?
അത് വ്യക്തിപരമായിട്ട് ഒത്തിരി ഹർട്ടാറുണ്ട്. ഞാൻ യു എയിലൊക്കെ സഞ്ചരിക്കുന്നതാണ്, പോകുന്നതിന് പ്രശ്നമില്ല. പോകുന്നതല്ല, സിനിമയിൽ ഒരു പക്ഷെ അത് വിഷമമുണ്ട്, എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും വിഷമമുണ്ടായി. പ്രത്യേകിച്ച് സിനിമ സീൻ കട്ട് ചെയ്താലും എങ്കിലും ടെലികാസ്റ്റ് റിലീസ് ചെയ്യപ്പെടണമായിരുന്നു എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും ടോനോചോല പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് വർഷം കൂടെ കഴിഞ്ഞ് ഇത് മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം വളരെ കുറച്ച് വർഷമായിട്ടുള്ള അവിടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതിനൊരു പുരോഗതി അല്ലെങ്കിൽ അതിന്റെ മാറ്റമൊക്കെ സംഭവിക്കുന്ന പ്രതീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റെല്ലാ സ്ഥലത്തും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ കടന്നു പോകുന്നുണ്ട് നമ്മൾ.